സ്ത്രീകൾക്ക് രാജ്യത്തെ 50% ഉള്ള സ്ത്രീകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ആനുകൂല്യമായിരുന്നു 33% സംവരണം എന്നുള്ളത്. 2023 ബില്ല് നിയമപരമായി വന്നെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ട കുറെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഡീലിമിറ്റേഷൻ നടത്തണം, അതിനൊക്കെ ഇനിയും ഒരുപാട് സമയം. നമുക്ക് 2029 ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷൻ സമയത്തെങ്കിലും സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമായിരുന്നു നരേന്ദ്രമോദി ഈ ബില്ല് അവതരിപ്പിച്ചതിലൂടെ ലക്ഷ്യം വെച്ചത്. സ്ത്രീകളുടെ സർവ്വതോന്മുഖമായ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഈ ബില്ലിനെ കോൺഗ്രസ് ഇടത് സഖ്യങ്ങളായ ഇന്ത്യ മുന്നണി എതിർത്തത്. വെറുമൊരു വനിതാ ബില്ലല്ല, രാജ്യത്ത് പുരോഗമനത്തിനായി കൊണ്ടുവരുന്ന സകല ആശയങ്ങളെയും നഖശിഖാന്തം എതിർക്കുക എന്നതാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് ഒരു പ്രതിപക്ഷം ശക്തമായി ഉണ്ടാവണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ പ്രതിപക്ഷം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കണം, അതിനുവേണ്ടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരായിരിക്കണം. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് കേന്ദ്രത്തിലുള്ള പ്രതിപക്ഷം എല്ലാം കൂടെ ഒരു അവിയൽ പർവ്വത്തില് കോൺഗ്രസ്, CPM, CPI എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു പ്രതിപക്ഷം അവിടെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ എല്ലാവിധ പുരോഗമനത്തെയും പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്,